നിങ്ങൾ 2026-ൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്തിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഡയറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, ഞാൻ ഡയറ്റീഷ്യൻ സഞ്ജുമോൾ സാബു 3 വർഷത്തിലേറെയായി ക്ലിനിക്കൽ ഡയറ്റീഷ്യനായി പ്രാക്ടീസ് ചെയ്യുകയാണ്. സോ നിങ്ങൾ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് മെയിൽസിൽ അവരുടെ സ്പേമിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുവാനും ഫീമെയിൽസിന്റെ കേസിൽ അവരുടെ എഗിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുവാനും വേണ്ടിയും സഹായിക്കുന്നതാണ്. ദെൻ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഫോളേറ്റ് റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യുവാൻ വേണ്ടി നോക്കേണ്ടതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റുകളൊക്കെ ഒരു പരമാവധി വരെ കുറച്ചിട്ട് ന്യൂറൽ ട്യൂബ് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദെൻ നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഭക്ഷണത്തിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഇതിലൂടെ അയൺ ഡെഫിഷ്യൻസി, അനീമിയ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. അതുപോലെ തന്നെ ശരീരത്തിൽ ഓക്സിജന്റെ സപ്ലൈ വളരെ സുഗമമായി നടക്കുകയും ചെയ്യുന്നതാണ്. ദെൻ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇൻ കേസ് ഓഫ് മെയിൽസ് ഇതിൽ സ്പെർമിന്റെ മോട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഫീമെയിൽസിന്റെ കേസിൽ അവരുടെ എഗിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയും സഹായിക്കുന്നതാണ്. ദെൻ നിങ്ങൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെയധികം ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കേണ്ടതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് സ്പെർമിന്റെയും അതുപോലെ എഗിന്റെയും ഓക്സിഡേറ്റീവ് ഡാമേജസ് ഒക്കെ ഒരു പരിധിവരെ തടയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ദെൻ ഉറപ്പായിട്ടും നിങ്ങൾ പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇത് നിങ്ങളുടെ ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. സോ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരു പ്രീ പ്രഗ്നൻസി ഡയറ്റ് പ്ലാൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രീ പ്രഗ്നൻസി ഡയറ്റ് പ്ലാൻസിനായി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.